കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കാശി വിശ്വനാഥ പ്രഭുവും, അതായത് പരമശിവൻ, ഭഗവാന്റെ പത്നി സാക്ഷാൽ ആദി പരാശക്തിയുമായ വിശാലാക്ഷി പറയുന്നത് ശ്രീ പാർവതിയുമാണ്. ശ്രീ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിൻ്റെയും, മന്തക്കര മഹാഗണപതി ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന ഗണപതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളും ഗ്രാമത്തിലെ മറ്റു ക്ഷേത്രങ്ങളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. പാലക്കാട് നഗരത്തിന് സമീപം തന്നെയാണ് കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ നഗരത്തിലെ എത്തുന്നവർക്ക് ഇവിടം സന്ദർശിക്കാൻ എളുപ്പമാണ്. എല്ലാ വർഷവും നടക്കുന്ന 10 ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലെ മലയാള മാസം തുലാം 28, 29, 30 എന്നീ ദിവസങ്ങളാണ് നടക്കുക. കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ്. വേദപാരായണവും സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിൻ്റെ ആദ്യ 4 ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു. ക്ഷേത്രത്തിന് 700 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു. അവസാന 3 ദിവസം ഭഗവത് പ്രതിഷ്ഠയോട് കൂടിയ അലങ്കരിച്ച ദേവരഥം തന്നെ എന്ന് പറയാം. തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. പുരാതനമായ ഈ ക്ഷേത്രം നിളാനദി എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം 1425 AD നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ വാരണാസിയുടെ പ്രശസ്തമായ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായാവാരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ദക്ഷിണമൂർത്തി, ഗംഗാധരൻ, കാലഭൈരവൻ, ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ, ഗണപതി, സൂര്യൻ തുടങ്ങിയ ഉപദേവകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഇന്നത്തെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മായാവാരം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ലക്ഷ്മി അമ്മാൾ എന്ന ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീക്ക് കാശി ദർശനത്തിനിടയിൽ ഗംഗാനദിയിൽ നിന്ന് ഒരു ശിവലിംഗം ലഭിക്കുകയുണ്ടായി. മടക്കയാത്രയിൽ പല ക്ഷേത്ര ദർശനങ്ങളും കഴിഞ്ഞ് അവർ ഇന്ന് ക്ഷേത്രമായിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രസ്തുത ശിവലിംഗം ഇറക്കി വെച്ച് വിശ്രമിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ് ശിവലിംഗം എടുക്കാൻ ശ്രമിച്ച ലക്ഷ്മിയമ്മാൾക്ക് പക്ഷേ അത് എടുക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് "ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു" എന്ന അശരീരി അവിടെ മുഴങ്ങി. ഭഗവാൻ അരുളിപ്പാടാണെന്ന് ഇത് വിശ്വസിച്ച ലക്ഷ്മി അമ്മാൾ അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് അനുവാദം ചോദിച്ച അവർ അന്നത്തെ പാലക്കാട്ട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ക്ഷേത്രം പണിയാനുള്ള അനുവാദം വാങ്ങിയെടുക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ നാട്ടിലെ പൂജാരി രീതികളാകണം ക്ഷേത്രത്തിൽ നടക്കേണ്ടതെന്ന് ഒരു നിബന്ധനവും ലക്ഷ്മി അമ്മാൾ രാജാവിൻ്റെ മുന്നിൽ വെച്ചു. അതനുസരിച്ചാണ് തമിഴ്നാട്ടിൽ പലയിടങ്ങളിൽ നിന്നും തമിഴ് ബ്രാഹ്മണർ പാലക്കാട്ടേക്ക് കുടിയേറുന്നത്. അങ്ങനെ കുടിയേറിയവരിൽ ഒരു കൂട്ടർ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ താമസമുറപ്പിച്ചു. അവരാണ് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ ഏറ്റെടുത്തത്. തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രവും പണിതത്. കാശിയിലെ അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഇവിടെ ശിവപാർവതിമാരെ കുടിയിരുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് ലോകപ്രശസ്തമായ കൽപ്പാത്തി അമ്പലവും അവിടെയുള്ള രഥോത്സവവും വന്നത്. ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ ലക്ഷ്മി അമ്മാൾ പിന്നീട് ഇവിടെ വെച്ച് തന്നെ സമാധിയാവുകയുണ്ടായി.
ക്ഷേത്രത്തിൻ്റെ ഉപദേവനയായി കുടികൊള്ളുന്ന ഗംഗാധര ശിവലിംഗത്തിൻ്റെ ചുവട്ടിലാണ് അവരെ സമാധിയിരുത്തിയിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നും ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള പൂജാവിധികളും ഉത്സവങ്ങളുമാണ് നടത്തിവരുന്നത്. അഗ്രഹാരവീതിയിലൂടെയുള്ള രഥപ്രയാണം കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒന്നാം ദിവസം 3 തേരും 4-ാമത്തെ ദിവസമാവുമ്പോൾ 6 തേരുകളുമാണ് വലിക്കുന്നത്.